ഇന്നത്തെ വചനചിന്ത ഇപ്പോഴുള്ള സന്തോഷത്തെ നഷ്ടപ്പെടുത്തരുത്. ഒരു പൈലറ്റ് വിമാനം പറത്തുമ്പോൾ ഒരു പ്രത്യേക സ്ഥലമെത്തുമ്പോൾ താഴേക്ക് നോക്കും. അതൊരു മനോഹരമായ താഴ്വരയാണ്. തൻ്റെ സഹ പൈലറ്റ് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളെന്നും കുനിഞ്ഞു നോക്കുന്ന ആ സ്ഥലത്തിന് എന്താണ് ഇത്ര പ്രത്യേകത? അദ്ദേഹം പറഞ്ഞു, താങ്കൾ ആ അരുവി കാണുന്നുണ്ടോ? ഞാൻ ഒരു കുഞ്ഞായിരുന്നപ്പോൾ ആ അരുവിയുടെ തീരത്തിരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുമായിരുന്നു. അന്നെൻ്റെ മുകളിലൂടെ വിമാനം പറന്നു പോകുമ്പോൾ ഞാൻ ഓർത്തിരുന്നു, എനിക്കൊരിക്കൽ വിമാനത്തിൽ കയറണം, പറ്റുമെങ്കിൽ വിമാനം പറത്തണം. ഇന്ന് ഞാൻ വിമാനം പറത്തുന്ന പൈലറ്റായിരിക്കുന്നു. എന്നാൽ ഇന്ന് താഴേക്ക് നോക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ആ അരുവിയുടെ തീരത്ത് എന്നും ഇരുന്ന് ചൂണ്ടയിട്ട് എൻ്റെ സ്വന്തം ഗ്രാമത്തിൽ താമസിക്കുവാൻ പറ്റിയിരുന്നുവെങ്കിൽ. നമുക്ക് പലപ്പോഴും അല്പം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെയും ഒരു ചിന്ത ഉള്ളിലുണ്ട്. നാം താരതമ്യങ്ങൾ നടത്താറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മ കിട്ടിയാലും പഴയ കാര്യങ്ങൾ നാം ചിന്തിച്ച് തൃപ്തിയില്ലാത്തവരായി ജീവിക്കുന്നു. ഉയർന്ന പറക്കലും ചിറകുകളുമൊക്കെ ഭാവനകളിൽ അനുദിനം നിറയുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ ഇപ്പോഴുള്ള പലതും നാം അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. വരുവാനിരിക്കുന്ന എന്തോ നല്ലതിനായി ഇപ്പോഴുള്ള സന്തോഷം നാം കളയുന്നുണ്ട്. ദൈവം നമുക്ക് ദിനം ജീവിക്കുവാൻ നൽകിയിരിക്കുന്ന നന്മകൾ അതിശ്രേഷ്ഠമാണ്. ആ നന്മകളെ നമ്മുടെ നാളുകളുമായി താരതമ്യം ചെയ്ത് ഇന്നത്തെ സന്തോഷം കളയരുത്. ചെറുതെങ്കിലും നാം അനുഭവിക്കുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ എത്ര അമൂല്യങ്ങളാണ്. ധനം കൊണ്ട് വാങ്ങുവാൻ കഴിയാത്തത് പ്രശസ്തിക്കും അംഗീകാരത്തിനും നൽകുവാൻ പറ്റാത്ത സന്തോഷത്താൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നു. ദൈവം നമുക്ക് നാം നനയ്ക്കുന്നതിനേക്കാൾ മേൽത്തരമായത് നാളെ നൽകുമായിരിക്കും. എന്നാൽ അതിനും ഭേദമായത് ഇന്ന് കരങ്ങളിലുള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് താങ്കൾക്ക് ലഭിച്ച ചെറിയ നന്മകളിൽ സന്തോഷിക്കുവാൻ സാധ്യമില്ല എങ്കിൽ നാളെ താങ്കൾക്ക് യാതൊന്നിനും സന്തോഷിക്കാൻ കഴിയുകയില്ലെന്ന് തിരിച്ചറിയണം. ഇന്ന് പലരും അവർക്കില്ലാത്ത ഒരൊറ്റ കാര്യത്തെ ചൊല്ലി പരാതിപ്പെടുമ്പോൾ അവർക്ക് ദൈവം നൽകിയ ആയിരക്കണക്കിന് സന്തോഷം നഷ്ടപ്പെടുത്തുകയാണ്. ദൈവം നൽകിയ നന്മയ്ക്കായി ആദ്യം ദൈവത്തിന് നന്ദി പറയണം. താങ്കൾക്ക് ചുറ്റുമുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവരോടുകൂടെ സന്തോഷിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? അവർക്ക് ലഭിച്ച വീട്, അവർക്ക് ലഭിച്ച വാഹനം, ജോലി, അങ്ങനെ അവർക്കുള്ള നന്മകളെ ഓർത്ത് താങ്കൾ താരതമ്യം നടത്തുകയാണോ? ലഭിക്കാത്ത നന്മകളെ ഓർത്ത് നിരാശപ്പെടുകയാണോ? എന്നാൽ തിരിച്ചറിയുക, താങ്കളുടെ ആത്മിക സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ഒരു വലിയ ശക്തിയാണ് താരതമ്യവും നന്ദിയില്ലായ്മയും. അവർ അവരുടെ സമയങ്ങളിൽ ജീവിക്കുന്നു. താങ്കൾക്കായി ദൈവം കരുതി വച്ചിരിക്കുന്ന സമയമുണ്ട്. ഓരോരുത്തരുടെയും ജീവിത ഘടികാരങ്ങൾ വ്യത്യസ്തമായി ചലിക്കുന്നു. അവരുടെ പ്രഭാതവും ഉദയവും വെളിച്ചവും കണ്ട് താങ്കൾ പരാതിപ്പെടരുത്. ദൈവം നിയമിച്ചിരിക്കുന്ന സമയത്ത് താങ്കളുടെ സമയങ്ങളെ വേഗത്തിലാക്കുവാൻ കർത്താവിന് സാധിക്കും. ദൈവം തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. ഓരോ നാഴികകളിലും സന്തോഷിക്കുവാൻ പഠിക്കണം. നാഴികയല്ല പ്രധാനം, ദൈവം കൂടെയുണ്ടെന്നത് ഏറ്റവും വലിയ പ്രധാനമാണ്. ദൈവം ഇല്ലാത്ത പ്രഭാതം നമുക്കെന്തിന്? ദൈവ സാന്നിധ്യമില്ലാത്ത ഉയർച്ച നമുക്കെന്തിന്? ഭക്തനായ മോശ വിളിച്ചു പറഞ്ഞു, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നിന്ന് അയക്കരുത് എന്ന്. ഭക്തനായ മോശ ഏത് സാഹചര്യത്തും ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചിരുന്നു. അത് മരുഭൂമിയാണെങ്കിലും ഭക്തനായ മോശ അതിൽ സന്തോഷിച്ചു. ഇസ്രായേൽ ജനങ്ങളിൽ അനേകർ മരുഭൂമിയുടെ അവസ്ഥ കണ്ട് പിറുപിറുത്തപ്പോൾ യോശുവയും കാലേബും തീഷ്ണതയോടുകൂടെ ഉത്സാഹത്തോടുകൂടെ കാനാൻ ദേശത്തെ മാത്രം നോക്കി മുന്നോട്ട് സഞ്ചരിച്ചു. അവർ പിന്തിരിഞ്ഞ് നഷ്ടപ്പെട്ട ചിറ്റുള്ളിയെക്കുറിച്ചോ ഉരുളക്കിഴങ്ങിനെക്കുറിച്ചോ ഇറച്ചിയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ഒരു കനാനുണ്ട്, ആ കനാനിലേക്കുള്ള യാത്രയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ഭക്തനായ അബ്രഹാം തലമുറ ലഭിക്കുന്നതിന് മുമ്പും തലമുറ ലഭിക്കുമ്പോഴും തലമുറ ലഭിച്ചതിന് ശേഷവും ദൈവത്തെ ഒരുപോലെ ആരാധിച്ചു, ഒരുപോലെ സന്തോഷിച്ചു. അതിനാൽ ഇപ്പോഴുള്ള സന്തോഷത്തെ താങ്കൾ നഷ്ടപ്പെടുത്തരുത്. ദൈവസാന്നിധ്യത്തെ മുറുകെ പിടിച്ച് കർത്താവിൽ സന്തോഷിക്കുവാൻ
ഉയരങ്ങളിൽ ദൈവം ഒരുക്കി വച്ച വാഗ്ദത്തങ്ങളിലേക്ക് പറന്നുയരുവാൻ പരിശുദ്ധാത്മാവിനാൽ പരിശീലിക്കപ്പെട്ട് ശക്തി പ്രാപിച്ച് കഴുകല പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.